അമ്മൂസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ അവിടെ എത്തുന്ന വരെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞങ്ങൾ അവിടെ എത്തി പിറ്റേ ദിവസം ഞങ്ങൾ ഔട്ടിങ്ങിലൊക്കെ പോയി ഫുഡൊക്കെ സെറ്റാക്കിയതും അങ്ങനത്തെ കുറച്ച് വീഡിയോസ്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടു നോക്കാം. അപ്പം ഇനിയൊരു പാർട്ട് ഉണ്ടോ എന്നുള്ളത് അറിയില്ല, എന്തായാലും ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ഇതിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ഡേ 3 ഉണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡേ 3 കൂടി ഇറക്കാം. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. എണീറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് കേട്ടോ. ആദ്യം വരും ഞങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇച്ചോ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു അകം ശരിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. ഇതെന്റെ തലവേദന. സെക്കൻഡ് ആണ്, സെക്കൻഡ് അല്ലേ നമ്മളെന്താ പറയുക. പിന്നെ ഞാൻ നേരെ താഴേക്ക് പോയി ആൻറ്റീൻ്റെ ഒക്കെ അടുത്ത് പോയതിന് ശേഷമാണ് പിന്നെ മുകളിലേക്ക് കയറി. പിന്നെ ഞാനും ആദ്യം ഫ്രഷായി നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പത്തിരിയും പട്ടാണിക്കറിയും ആൻറ്റി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച് അതാ രാഹുലും ഇച്ചും ഒക്കെ കളിക്കുമായിരുന്നു. ഇച്ചുവിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇച്ചുവിന് അമ്മമ്മ വലിയ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിരിക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കുറേ വിളിച്ച് കളിപ്പിച്ചു. എങ്ങനെയൊക്കെയോ അവസാനം ചിരിക്കുന്നുണ്ട് കണ്ടോ. എന്തൊക്കെയോ കാണിച്ചപ്പോൾ ചിരിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവന് ക്ഷീണമായിട്ട് അവൻ കിടന്നുറങ്ങി. ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റി ആ ടൈമിൽ കടയിൽ എന്തോ പോയിട്ടുണ്ടായിരുന്നു. കടയിൽ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് ഡയറി മിൽക്കും ലൈസൊക്കെ മേടിച്ച് തന്നിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. കണ്ട സമയം 2 മണിയായി. ഇന്ന് 2 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയത് തന്നെ. നെയ്ച്ചോറുണ്ടാക്കി, പിന്നെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെ ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ചോടൊക്കെ ഇറക്കുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അതാ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഞങ്ങൾ. എല്ലാവരും ഉണ്ടായിരുന്നു കിച്ചണിൽ. ചിക്കൻ സ്റ്റൂ ആതിരേൻ്റെ റെസിപ്പി ആയിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു. ആൻറ്റീൻ്റെ നെയ്ച്ചോറും എല്ലാം അടിപൊളിയായിരുന്നു. ഇത് ഫസ്റ്റത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. ഞങ്ങൾ അന്ന് നൈറ്റ് വന്നപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചൂടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. ചിക്കൻ പൊരിച്ചതും തൈരും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചുവിന് കൊടുക്കുമ്പോൾ ഇച്ചു ഭയങ്കര കളിയായിരുന്നു ആൻറ്റീൻ്റെ കൂടെ. ആൻറ്റി ഓരോ കാണിക്കുമ്പോൾ ഇച്ചു ഇങ്ങനെ ചിരിക്കുമായിരുന്നു. ഇച്ചുവിന് ഞങ്ങൾ വെറും റൈസും തൈരും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. അതിനുശേഷം എല്ലാവരും ഫുഡും കഴിഞ്ഞ് ആൻറ്റി ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നു. ചോക്ലേറ്റ്, വാനില, മാംഗോ എല്ലാം 3 ഫ്ലേവറായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചു നോക്കിക്കുന്നതുകൊണ്ട് ഇച്ചുവിന് ഞാൻ കുറച്ച് കൊടുത്തതാണ്. പക്ഷേ അത് പാരയായിപ്പോയി. ഇച്ചുവിന് ഭയങ്കര ഇഷ്ടമായി. തണുപ്പുമായിരുന്നല്ലോ, ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ മധുരവും എല്ലാം കൂടി ആയപ്പോൾ അവനെ എന്തൊക്കെയോ തോന്നിയിട്ടായിരിക്കും അവൻ പിന്നെ ചാടി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അതല്ല, ഞാൻ മിണ്ടില്ല, അത് എൻ്റെതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്പൂണിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അവന് അതിന് ധാരാളം കണ്ട മുഖത്തൊക്കെ ആക്കി ഒരു തുള്ളിയേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ എവിടെയാണ് പോവുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ബീച്ചിൽ പോകണോ മാളിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു. അവസാനം ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് ഫിക്സ് ചെയ്തു. പിന്നെ എല്ലാവരും ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി കളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. ഷോറിങ്. അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. ഞാൻ കാറക്കണം, ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പോവാം. അമ്മമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി പോയി. നല്ല രസമുണ്ട്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇച്ചു ഉറങ്ങുമായിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇച്ചു ഉറങ്ങുമായിരുന്നു. അവിടെ എത്തിയിട്ട് എണീറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പം
പിന്നെ അവിടെ എന്താ ഒരു ബോട്ടോ ഷിപ്പോ എന്തോ ആണത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. രാഹുൽ പറഞ്ഞത് കൊറോണേൻ്റെ ആ ഒരു ടൈമിൽ വന്നിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റാതെയായിട്ട് അവിടെ കിടന്നു നശിച്ചു പോയതാണെന്നാണ് രാഹുൽ പറഞ്ഞത്. പിന്നെ ഞങ്ങളിതാ കുറേ വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ബീച്ച് പൊളിയായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ കളിച്ചു. എത്രയോ ടൈം വരെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കളിച്ച് നടന്നിരുന്നത്. വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങി. ഫസ്റ്റ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ട് പിന്നെയാണ് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഞാനും ആദ്യം ഇറങ്ങിയത്. ഇവരൊക്കെ പിന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുനേട്ട വെള്ളത്തിൽ ഇറങ്ങിയില്ല. കുഞ്ഞാണ്ടി ഇച്ചുവിനും പിടിച്ച് പുറത്തിരിക്കുമായിരുന്നു, പുഴയിലിരിക്കുമായിരുന്നു. ഇച്ചുവിനെ ലാസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നനച്ച് കാല് മാത്രം നനച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി പിന്നെ തീരെ വെള്ളത്തിൽ ഇറങ്ങിയില്ല. രാഹുൽ ലാസ്റ്റ് ഞങ്ങളെ കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുനേട്ട വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുമു പിന്നെ പോയ അപ്പം തൊട്ടിട്ട് അവിടെ നിന്ന് വരുന്നവരെ സുമു വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ഇച്ചു ബേബി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയിരിക്കുമായിരുന്നു അവിടെ. എന്താ പറയുക, ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇച്ചു ബേബി എണീറ്റത് തന്നെ. പിന്നെ അവന് വേണ്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു തൂവലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ അവൻ്റെ മുമ്പിൽ കുത്തി വെച്ച് കൊടുത്തപ്പോൾ അവനത് ഇങ്ങനെ കാറ്റത്ത് ഇളക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ കാല് ജസ്റ്റ് അവൻ പൂഴിയിൽ ഇങ്ങനെ ഒരച്ച് കളിക്കും. പൂഴി വച്ച് തട്ടിയപ്പോൾ അവൻ കാല് പൊക്കി. പിന്നെ പൂഴിയിൽ കാല് കുത്തിയിട്ട് മെല്ലെ മെല്ലെ ആ പൂഴിയിൽ ഇങ്ങനെ കാല് നീക്കി കളിക്കുമായിരുന്നു. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവനും ആൻറ്റി ഇങ്ങനെ കണ്ടോ ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. കണ്ടോ, ഇതാണ് ഞാൻ തൂവൽ കുത്തി കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്നത്. കാല് കണ്ടോ അവിടെ കുഴിച്ച് വെച്ചത്, അതിങ്ങനെ പൂഴി നീക്കി കളിക്കുമായിരുന്നു. അവൻ കാലിലടിയിലൊക്കെ പൂഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയൊന്നും ഇടാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. കാലിൽ തട്ടിക്കൊടുത്താൽ പോവല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആരും എന്താ പറയുക അത് മാറ്റാനൊന്നുമില്ല. പിന്നെ കേട്ടോ, ഇത് എല്ലാവരും എടുത്ത ഓരോ വീഡിയോസാണ്. ഇങ്ങനെ അതെല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ടാണ് ഇങ്ങനെ ഇതാക്കിയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ആതിര അവിടെ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വെള്ളം വരുന്നതിൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചൻ്റെ കുഞ്ഞ് കാലിൻ്റെ പ്രിൻ്റ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി കൈയും പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോയത്. അത്രയും നേരം ഞാനും ആതിരൊന്നും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാസുനേട്ടൻ്റെ അടുത്താണ് ഇച്ചു ബേബി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലേക്ക് പോകുന്ന ഇച്ചു ബേബി നോക്കിയിരിക്കുമായിരുന്നു. ഇതൊക്കെ പിന്നെ ആൻറ്റി എടുത്തതാട്ടോ. ആൻറ്റി ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇച്ചു ബേബീനെ ടാർഗറ്റ് ചെയ്തു. ഇച്ചു ബേബി വെള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കളിക്കില്ല, അവൻ്റെ കാലിൻ്റെ പ്രിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വെച്ചാൽ ഒന്ന് വെള്ളം നനയ്ക്കുക, എന്തായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കൊണ്ട് നനപ്പിച്ചു. വെള്ളം കാത്തുനിന്ന് വെള്ളം വരണ്ടേ, വെള്ളം വരുന്നില്ലായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കണ്ടോ ചിരിച്ച് നിൽക്കുമായിരുന്നു. അവൻ്റെ ഫേസിൽ വല്ല റിയാക്ഷനും വരുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയിരുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൻ ആ ഒരു കരച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. വെള്ളത്തിലൊക്കെ വെള്ളമായിട്ട് പോലും അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേടിയോ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് വെള്ളം വരുന്നതിൻ്റെ ആ പേടിയോ അങ്ങനെയൊന്നും ഞങ്ങൾ അവൻ്റെ മുഖത്തൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങളെ വെള്ളത്തിൽ കളിപ്പിച്ചു. പിന്നെ ആൻറ്റി പറഞ്ഞു മതിയിടാന്ന് പറഞ്ഞിട്ട് അവനെ മേടിച്ചു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പം ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പോകുമ്പോഴും ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ടാണ് ആ ടൈമിൽ സംസാരിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മധുമാമ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. മധുമാമ നേരെ പോയി ഇച്ചുവിനെ പോയി എടുത്തു. വേറെ ആരും നോക്കില്ല, വേഗം പോയി ഇച്ചുവിൻ്റെ അടുത്തേക്കാണ് ഓടിയതും. ഇച്ചുവിനെ എടുത്ത് പിന്നെ ഞങ്ങൾ അതാ ടി വി ഒക്കെ കണ്ടിരുന്നു. കുറേ പാട്ടൊക്കെ വെച്ചു. ഞങ്ങളെല്ലാവരും പാട്ട് വെച്ച് ഡാൻസ് കളിച്ചു. സുമും സുനേട്ടനൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. രാഹുൽ എല്ലാവരും ഉണ്ടായിരുന്നു പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ. രാഹുലിൻ്റെ മധുമാമൻ്റെ വക, സുനേട്ടൻ്റെ വക, സുമുൻ്റെ വക എല്ലാ പാട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇതാ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കുമായിരുന്നു. ആദ്യം കുറേ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇച്ചിനെ കളിപ്പിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി കണ്ടോ. അതിനിടയ്ക്ക് കുഞ്ഞാണ്ടി ഞങ്ങൾക്ക് അൽഫാമും എന്താ പറയുക കുപ്പൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കും ആദരയ്ക്കും വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞങ്ങളൊക്കെ പോയിട്ട് ഓരോരുത്തർ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചു. ഞാൻ പിന്നെ എല്ലാവരും കളിക്കുമല്ലേ എന്നുള്ള രീതിയിൽ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ അത് ആര് കൊണ്ടുവന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റി ഞങ്ങൾക്ക് നാളെ പോകുമ്പോൾ ഇതൊക്കെ എടുത്തോണ്ടിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ എടുത്ത വീഡിയോസാണത്. പിന്നെ അഹമ്മദ് മാമനും മിച്ചും കൂടി ഡാൻസ് കളിക്കുന്നത്. ഇതിൻ്റെ 2-3 ഷോർട്സ് എന്തൊക്കെയോ ഞാൻ ഇതിന് മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവർ പാടുമ്പോൾ കോപ്പിറൈറ്റ് വരേണ്ട വെച്ചിട്ടാണ് ഞാൻ ആ പാട്ടൊന്നും ഇടാതിരുന്നത്. എന്തൊക്കെയാണ് പാടിയെന്ന് എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടോ ഇവരൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് ഇച്ചുനെ കളിപ്പിക്കുകയാണ്. ഇച്ചുനെ കളിപ്പിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരൊക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും സൈഡായി എല്ലാവരും ഇരുന്നു. ഏകദേശം ടൈം ഞങ്ങൾക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട്. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. രാഹുലിന് ക്ലാസ് ഉണ്ട്, മധുമോഹന് ഓഫീസിൽ പോകണം, ബാങ്കിൽ പോകണം, ആൻറ്റിക്കും പോകണം. പിന്നെ ഞങ്ങളെല്ലാവരും 11:45 ആയപ്പോൾ ഞങ്ങൾ കിടന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ബീച്ചിലൊക്കെ കളിച്ചതിൻ്റെ കുറച്ച് ചർച്ചകളാണ്. കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. പിന്നെ അവിടെ നിന്ന് പറ്റുന്ന ആ ഒരു ബീച്ചൊക്കെ കയറി പിന്നെ ഞങ്ങൾ അവിടുത്തെ ടെമ്പിൾസിലൊക്കെ പോകുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടി സമയം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോകുമ്പോൾ കുറച്ചും കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ. ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്നത്തെ കുറച്ച് ഫോട്ടോസാണ്. അപ്പം എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.